അപ്പം നമ്മൾ ഇന്ന് അടുത്ത യാത്ര പോവുകയാണ്. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ്. ഇതാ നമ്മളെ പയ്യൻ രാവിലെ കഴുകി കുളിച്ച് ഷാമ്പു വാഷ് കഴിഞ്ഞ് കുട്ടപ്പനായി കിടക്കുകയാണ്. അകമൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. വേണ്ട ഫയർ എക്സ്റ്റിങ്ക്വിഷർ, പിന്നെ നമ്മുടെ ബാക്ക് പാക്ക്, പിന്നെ ഫ്ലാസ്ക്, വെള്ളം, ഇത് ഷൂസുകൾ, അതുപോലെ കുക്കിങ്ങിനുള്ള സാധനങ്ങൾ. ഇത് ഇൻഡക്ഷൻ കുക്കറാണ്. ഇത്തവണ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒന്നും എടുക്കുന്നില്ല. അത് കുടിക്കാനുള്ള വെള്ളം, മറ്റ് സാധനങ്ങൾ, സൂട്ട് കേസ്, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നിന്നുള്ളത് പിന്നെ ഒരു 2 ലിറ്ററിൻ്റെ വെള്ളം കൊള്ളുന്ന 3 ബോട്ടിൽ, അങ്ങനെ ഒരു 6 ലിറ്റർ വെള്ളം. അത് കഴുകാനൊക്കെ കൈയൊക്കെ കഴുകാനുള്ളതാണ്. പിന്നെ ട്രോളി ബാഗ്, ലാപ്ടോപ്പ്, അങ്ങനെ അത്യാവശ്യം. ഇത്തവണ ലഗേജ് കുറയ്ക്കുകയാണ്. ഇത്തവണ നമ്മളൊരു 30 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 27 ഇന്നലെ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. 9:30 എത്തി. ഒന്ന് കിടന്നുറങ്ങി. രാവിലെ പാക്കിംഗ് ഒക്കെ ചെയ്തു. പൊതിച്ചോറാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ 11 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഇനിയിപ്പോൾ പൊതിച്ചോറ് കഴിച്ച് പോവാം. മത്തങ്ങ എലിശ്ശേരി, ക്യാബേജ് ഉപ്പേരി, പിന്നെ ഓംലെറ്റ്. പൊതിച്ചോറ് എടുക്കുകയാണ്. നമ്മൾ വൈകിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സേഫായിട്ട് വൃത്തിയായിട്ട് കഴിക്കാം, സമയം ലാഭിക്കാം, പൈസ ലാഭിക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡല്ലേ. ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ വണ്ടി നിർത്തി അവിടെ നിർത്തി അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇന്ന് രാത്രി ഭക്ഷണം നോക്കിയാൽ മതി. യാത്രയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് മെല്ലെ വിശദമായി അറിയുന്നതായിരിക്കും. ഒരു ദിവസം റെസ്റ്റ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നമുക്ക് ദിവസം വളരെ കുറവായതുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ യാത്ര നമ്മൾ ആരംഭിച്ചു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്കാണ്. ഇത്തവണ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ കർണാടക, തമിഴ്നാട്, കർണാടക, അതുപോലെ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഔറംഗാബാദിലുള്ള അജന്ത എല്ലോറ ഗുഹകളാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് ആണ് പോയത്. 45 ദിവസം, ഏകദേശം 12,000 കിലോമീറ്റർ നമ്മൾ ഓടി. അന്ന് നമ്മൾ കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, സിക്കിം, നേപ്പാൾ, ആസാം, ഭൂട്ടാൻ, അരുണാചൽ പ്രദേശ്, മേഘാലയ, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക വഴി നമ്മളങ്ങനെ 16 സ്റ്റേറ്റും 2 നെയ്ബറിങ് കൺട്രീസും യാത്ര ചെയ്തു. 45 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് 11 മണിക്ക് പുറപ്പെട്ടു. നേരെ കോയമ്പത്തൂരേക്ക് പോവാണ്. കോയമ്പത്തൂരിൽ നിന്ന് സത്യമംഗലം ഫോറസ്റ്റ് വഴി നമ്മൾ കർണാടകത്തിലേക്ക് കയറും. മൈസൂരാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. മൈസൂരാണ്. ഇവിടുന്ന് മൈസൂരേക്ക് 255 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ വൈകിയാണ് ഇറങ്ങിയത്, അതുകൊണ്ട് ഇന്ന് മിക്കവാറും മൈസൂർ എത്തി സ്റ്റേ ചെയ്യും. ഇവിടെ നിന്ന് നമ്മുടെ ഔറംഗാബാദിലേക്ക് ആകെ 1250 കിലോമീറ്റർ ഉണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റത്തില്ല. നൈറ്റ് ഡ്രൈവിംഗ് നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മൈസൂർ സ്റ്റേ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് നാളെ ഔറംഗാബാദിലേക്ക് പുറപ്പെടും. അപ്പോൾ നമ്മൾ രാവിലെ പാലക്കാട് നിന്ന് പുറപ്പെട്ടു. 11 മണിക്കാണ് പുറപ്പെട്ടത്. ഇപ്പം മണി 1 മണി കഴിഞ്ഞു. 1:05 ഇപ്പോൾ നമ്മൾ കർമത്താംപട്ടി എന്ന സ്ഥലത്തെത്തി. ഇടയ്ക്ക്, അതായത് മധുക്കര എത്തിയപ്പോൾ മധുക്കര മുതൽ കുറച്ച് ദൂരം റോഡ് ഇത്തിരി പ്രശ്നമായിരുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ 2 വരിയേ ഉള്ളൂ, പക്ഷേ ഹെവി ട്രാഫിക്കാണ്. ട്രക്കുകളാണ്, നിറയെ ട്രക്കുകളാണ്. അപ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓവർടേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രക്കുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഒരു 10-20 കിലോമീറ്ററോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 6 വരി പാതയിലേക്ക് നമ്മൾ കയറി.
ഇപ്പോൾ കറുമത്താംപട്ടി എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ സത്യമംഗലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ 90 കിലോമീറ്ററായി പാലക്കാട് നിന്ന് ഇതുവരെ, ഈ കറുമത്താംപട്ടി വരെ 90 കിലോമീറ്ററാണ്. ഇനി നമുക്ക് സത്യമംഗലത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ്, കോയമ്പത്തൂർ ടൗണിൽ കയറിയില്ല. ഇപ്പോൾ സത്യമംഗലം പോകാനായിട്ട് കോയമ്പത്തൂർ ടൗണിൽ കയറേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ കരുമത്താംപട്ടി എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇടതോട്ട് തിരിഞ്ഞാണ് സത്യമംഗലത്തേക്ക് പോകുന്നത്. ഇതാണ് ആ റോഡ്. അപ്പോൾ നമ്മൾ ഒരല്പം തണൽ കണ്ടപ്പോൾ അവിടെ വണ്ടി ഒതുക്കി നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ രാവിലെ എടുത്ത പൊതിച്ചോറ് കഴിക്കുകയാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കരുമത്താംപട്ടി നമ്മൾ പൊതിച്ചോറ് കഴിക്കുകയാണ്. മത്തങ്ങ അരിച്ചേരി, കാബേജ് തോരനും, മുട്ട വെച്ചു കേട്ടോ. നമ്മളിതാ സത്യമംഗലം ഫോറസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പോൾ വരൾച്ചയാണ്, കാട് ഉണങ്ങിക്കിടക്കുകയാണ്. അതായത് ഇവിടെ കണ്ടോ, ഡിയർ ക്രോസിംഗ് സോൺ. ഇവിടെ മുതലാണ് ഈ കാട് ആരംഭിക്കുന്നത്. ഇത് കണ്ടോ, സത്യമംഗലം കാട്. കാട്ടിലേക്ക് നമ്മൾ കയറാൻ പോകണം. ആ കാണുന്ന മലനിരകൾ അത് കടന്നു വേണം നമുക്ക് ചാമരാജനഗറിലേക്ക് പോകേണ്ടത്. ഒരു കാലത്ത് വീരപ്പൻ്റെ എന്താണ് വിഹാര കേന്ദ്രമായിരുന്നു ഈ സത്യമംഗലം. ഇവിടെ ആനകളെയും അതുപോലെ ചന്ദനമരങ്ങളെയും, അതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. 1000-ഓളം ആനകളെ ഈ കാടുകളിൽ വീരപ്പൻ കൊന്നിട്ടുണ്ടെന്നാണ് കണക്ക്. പിന്നെ 1000-കണക്കിന് ടൺ ചന്ദനം മുറിച്ച് കടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു ചരിത്രമായി മാറി. ഇപ്പോൾ എന്തായാലും സത്യമംഗലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീരപ്പനെയാണ് ഓർമ്മ വരുന്നത്. നമ്മളെ ഇപ്പോൾ സത്യമംഗലം എന്ന സ്ഥലത്തൂടെ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ സത്യമംഗലം വീരപ്പൻ്റെ കേന്ദ്രമായിരുന്നു എന്നുള്ളത്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടത് അവിടെ മുല്ലപ്പൂ കൃഷിയാണ് കേട്ടോ, മുല്ലപ്പൂ കൃഷി. ഈ മുല്ലയ്ക്ക് ഈ ചൂട് ക്ലൈമറ്റ് വളരെ ആവശ്യമാണത്രേ. അപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന മുല്ലപ്പൂവൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ മുല്ലപ്പൂ കൃഷിക്ക് ഈ ചൂട് കാലം, സമ്മർ സീസണാണ് നല്ലത്. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമ്മൾ ഈ സത്യമംഗലത്തെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത്. കണ്ടാ മുല്ലപ്പൂ പറിക്കുന്നുണ്ട് അവർ. തമിഴ് കൊഞ്ചം കൊഞ്ചം പുരിയും. 1 കിലോ എത്ര രൂപ? 1 കിലോ. ഇതാ താഴെ മുല്ലച്ചെടി വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വിളവെടുക്കാൻ കുറച്ച് സമയമെടുക്കും. കുറച്ചപ്പുറത്ത് വാഴത്തോട്ടമാണ്. ഇവിടെ മൊത്തം കൃഷിയാണ്. അപ്പോൾ നമ്മൾ സത്യമംഗലം ചുരം കയറാൻ പോവുകയാണ്. കാടിൻ്റെ ഒരു ഭംഗി നോക്കി. മഴക്കാലത്ത് കാടിന് വേറൊരു ഭംഗിയാണ്, ഇപ്പോൾ ഉണക്കാലത്ത് വേറൊരു രീതിയാണ്. ഇവിടെ കുരങ്ങനും പന്നിയൊക്കെ കാണുന്നുണ്ട്. നോക്കി, ആ മരങ്ങളുടെയൊക്കെ ഒരു ഭംഗി നോക്കി. ഇതുണ്ട് വെള്ള, ആ മരങ്ങളുടെ തൊലിക്ക് വെള്ളക്കളർ. അപ്പോൾ ഈ സത്യമംഗലം ചുരത്തിൽ ഈ 27 ഹെയർ പിൻ ബെൻഡുകളുണ്ട്. നമ്മൾ 12 എണ്ണം കയറി. 27 ഹെയർ പിൻ ബെൻഡുകൾ. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. സ്കാനിയ ബസ്സാണ് കയറി പോകുന്നത്. കുറച്ച് ലെഫ്റ്റ് എടുത്താൽ ആ ബസ് വളഞ്ഞു കയറി പോകുന്നു. ഒരു ആന നിൽക്കുന്ന
നിൽക്കുകയെല്ലാം എല്ലാം നടന്നു പോവുകയാണ്. കാണിച്ചത് നല്ലതാണ്. ഇതാ പോണ ആന പാവാന സത്യമംഗലത്ത് ആന കുഞ്ഞാനയാണ് കേട്ടാ. കുഞ്ഞൻ ഇതാ വരുന്ന അമ്മ മൈസൂരൊക്കെ ഒന്ന് പോയി കറങ്ങിട്ട് വരാം. വേടാ എന്താ ഭംഗി. ഇതാ നമ്മൾ വീണ്ടും ഒരു ആനയെ കാണുകയാണ്. നേരത്തെ ഒരു കുഞ്ഞൻ ആനയായിരുന്നു, ഇപ്പൊ അത്യാവശ്യം സൈസ് ഉണ്ട്. വണ്ടി അവരവിടെ നിർത്തുകയാണ്. ഞാൻ എന്തായാലും വിട്ടങ്ങ് പോവുകയാണ്. കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു. കണ്ടാ ഇലിപ്പമ്പുളിയുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ആട്ടുനെല്ലിക്കയുണ്ട്, ചക്ക 50 രൂപ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ GPay ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മൈസൂര് എത്താറായി. ഇനി ഒരു 50 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. നല്ല റോഡാണ്, അത്യാവശ്യം നല്ല റോഡാണ്, കുഴപ്പമില്ല, വലിയ തിരക്കൊന്നുമില്ല. നമ്മുടെ സുഹൃത്താണ് വണ്ടി ഓടിക്കുന്നത്. അടിപൊളി ലൊക്കേഷൻ. അങ്ങകലെ ഒരു മലയുണ്ട്, റോഡ്, ഇവിടെ ഒരു തടാകമുണ്ട്. നല്ല സൂപ്പർ വ്യൂ. ഇനി ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ ആണ് മൈസൂരേക്കുള്ളത്. ഇതൊരു ആമ്പൽക്കുളമാണോ, താമരയാണ്, താമരക്കുളമാണ്. അടിപൊളിയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങ് തിരിച്ചു പോകണം ഒന്നുകൂടെ കാണാനായിട്ട്. ആ വെള്ളത്തിൻ്റെ നിറം നല്ല രസമുണ്ട്. അവര് കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കുകയാണ്, വലയിടുകയാണ്. നമ്മളിത് കടന്നു പോയതാണ്, അപ്പോൾ ഒന്നുകൂടെ കാണാമല്ലോ എന്നും പറഞ്ഞ് വന്നതാണ്, തിരിച്ചു വന്നതാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഒന്നാമത്തെ ദിവസം നമ്മൾ ഓടി. ഇന്ന് 270 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. നമ്മൾ ഓടി മൈസൂരെത്തി. മൈസൂർ പാലസിനടുത്തുള്ള ഹോട്ടൽ പ്രൈഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അത്യാവശ്യം നല്ല ഒരു വൃത്തിയൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. നമ്മൾ വണ്ടി നിർത്തി സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ.